താരസംഘടന AMMയിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരൻ പ്രതിരോധത്തിലാണ്. ഹാർഡ് ഡിസ്ക് വിവാദത്തിൽ കുക്കുവിനെതിരെ ഗുരുതര ആരോപണവുമായി നടി പൊന്നമ്മ ബാബു രംഗത്തെത്തി. ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയത് കുക്കുവാണെന്നും ഇങ്ങനെയുള്ളവർക്ക് കീഴിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണെന്നും പൊന്നമ്മ ചോദിച്ചു. മാലാ പാർവതിയുടെ ഇടപെടൽ ദുരൂഹമാണെന്നും പൊന്നമ്മ ബാബു റിപ്പോർട്ടറിനോട് പറഞ്ഞു. രണ്ട് മഞ്ജുപ്പിള്ളയുടെ കയ്യിലും തന്നിട്ടില്ല, എന്റെ കയ്യിലും തന്നിട്ടില്ല. അവര് കൊണ്ടുപോവുക ചെയ്തത്. അതെല്ലാവർക്കും ഇരിക്കുന്ന ഇരുന്ന ആരൊക്കെയാണോ അവർക്കെല്ലാം അറിയാം. ബാക്കി എല്ലാ സ്ത്രീകളെയും വിളിച്ചത് കുക്കു പരമേശ്വരനാ. ഞാൻ കുക്കു പരമേശ്വരനെ വിളിക്കുന്നത് പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ട് അങ്ങനെയാണ് എനിക്കറിയാമല്ലോ എല്ലാവരെയും വിളിക്കാൻ. ഇവര് പറയുന്ന സമയത്താണ് പ്രിയങ്കയും ഇവരെല്ലാം കൂടി ചോദിക്കുന്നത് എന്നാ ക്യാമറ അത് നിങ്ങൾക്ക് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞു. ഉഷ ഒരു പ്രസ് മീറ്റ് ചെയ്ത് ഉഷയാണിത് പുറത്തു കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ മാലാ പാർവതി എന്തിനാണ് ഇതിനകത്ത് കയറി ഇടയ്ക്ക് നിൽക്കുന്നത് മനസ്സിലായിട്ടില്ല. കാരണം ആ മീറ്റിങ്ങിൽ അന്ന് മാലാ പാർവതി ഇല്ല. ഒരു സ്ത്രീകളുടെ സങ്കടം പറയുന്ന ഒരു ഹാർഡ് ഡിസ്കിന്റെ കാര്യം സംസാരിച്ചപ്പോൾ അതെങ്ങനെയാ മാലാ പാർവതിക്ക് അത് കോമഡി ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഒരു ആള് സെക്രട്ടറി ആയിട്ട് അമ്മയിൽ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമുള്ളൂ. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ, ഇപ്പോൾ മത്സരിക്കുന്നവർക്ക് ഓരോരുത്തർക്കെതിരെയും ആരോപണങ്ങൾ ഉയരുകയാണല്ലോ. ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരായ എന്ത് ആരോപണമാണ് ഇപ്പോൾ പൊന്നമ്മ ബാബു ഉന്നയിക്കുന്നത്? സ്മൃതി, AMMയിലെ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ, അത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ ഉയരുന്നത്. ഇതിൽ പ്രധാനമായും ഉഷ ഹസീന, അതോടൊപ്പം തന്നെ പൊന്നമ്മ ബാബു, പ്രിയങ്ക എന്നിവരാണ് ഇപ്പോൾ പരസ്യമായി ഈ ആരോപണവുമായി രംഗത്തെത്തിയത്. ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുൻപ് 2019-ൽ തുടർച്ചയായി മീറ്റു ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ കുക്കു പരമേശ്വരൻ ഏതാണ്ട് 20ഓളം വനിതാ താരങ്ങളെ കൊച്ചിയിലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഒരു യോഗം ചേരുന്നു. ആ യോഗത്തിൽ നിങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പറയണമെന്ന് കുക്കു പരമേശ്വരൻ ആവശ്യപ്പെടുന്നു. ഇത് ഒരു 2 ക്യാമറകളിൽ പകർത്തുന്നു. പക്ഷേ അതിനുശേഷം പലപ്പോഴും ഈ മെമ്മറി കാർഡ് സംബന്ധിച്ച്, ഈ ക്യാമറ സംബന്ധിച്ച്, ദൃശ്യങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കുക്കു പരമേശ്വരൻ പറഞ്ഞത് അത് ഇടവേള ബാബുവിൻ്റെ പക്കലുണ്ട് എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം ആ മെമ്മറി കാർഡ് കാണാനില്ല എന്നൊരു വിചിത്രവാദമാണ് കുക്കു പരമേശ്വരൻ ഉയർത്തുന്നത് എന്നാണ് ഈ വനിതാ താരങ്ങൾ പ്രധാനമായും പറയുന്നത്. KPC ലളിത അടക്കമുള്ള താരങ്ങൾ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഈ താരങ്ങൾ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഈ മെമ്മറി കാർഡോ ഈ ദൃശ്യങ്ങളോ എത്തിയിട്ടില്ല എന്നതാണ് ഗുരുതരമായ ആരോപണം. മാത്രവുമല്ല, വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് പല വനിതാ താരങ്ങളും ഈ യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ അവയൊന്നും തന്നെ ഭീഷണിക്കും മറ്റുമായി കുക്കു പരമേശ്വരൻ ഉപയോഗിക്കുകയാണോ എന്നൊരു സംശയം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇന്നിപ്പോൾ രൂക്ഷ വിമർശനവുമായാണ് പൊന്നമ്മ ബാബു രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ കീഴിൽ, ഒരു നേതൃത്വത്തിന് കീഴിൽ എങ്ങനെയാണ് സിനിമയിലെ വനിതാ താരങ്ങൾ സുരക്ഷിതരായിരിക്കുക എന്നതാണ് പൊന്നമ്മ ബാബു ചോദിക്കുന്നത്. മാലാ പാർവതി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? മാലാ പാർവതി അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ എന്നും പൊന്നമ്മ ബാബു ചോദിക്കുന്നുണ്ട്. എന്താണ് നേരത്തെ ബാബുരാജിന് വേണ്ടി സംസാരിച്ച, ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കൂട്ടം വനിതകളാണ് ഇപ്പോൾ ഈ ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നാണ് മറുവിഭാഗത്തിൻ്റെ പ്രതികരണം. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിക്കാൻ ഈ കുക്കു പരമേശ്വരൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. സ്മൃതി.